എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ജഗദീശ്വരിയായ ആദിപരാശക്തിയുടെ അതായത് ചോറ്റാനിക്കര അമ്മയുടെ അമ്പലത്തിലെ വിശേഷങ്ങളുമായിട്ടാണ്. മഹാലക്ഷ്മി ഭാവത്തിലെ മഹാവിഷ്ണുവിനൊപ്പമാണ് ചോറ്റാനിക്കര അമ്മയെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ലക്ഷ്മി നാരായണ സങ്കല്പമാണ് ഇവിടെ ഉള്ളത്. കൂടാതെ ഭദ്രകാളി സങ്കല്പത്തിലുള്ള മറ്റൊരു ക്ഷേത്രവും ഇവിടെ ഉണ്ട്. പ്രധാന ക്ഷേത്രത്തിന് താഴെ സ്ഥിതി ചെയ്യുന്ന ഇതിനെ കീഴ്ക്കാവ് എന്നറിയപ്പെടുന്നു. അവിടെ ഉപദേവനായ ധർമ്മശാസ്താവിനും ഈ ക്ഷേത്രത്തിൽ പ്രത്യേക പ്രാധാന്യമുണ്ട്. ഭഗവതിക്കും മഹാവിഷ്ണുവിനും ഭദ്രകാളിക്കും തുല്യ പ്രാധാന്യമാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. ഇക്കാരണത്താലാണ് അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ എന്ന പ്രസിദ്ധമായ ആ നാമങ്ങൾ ഉണ്ടായത്. 3 പ്രധാന ഭാവത്തിലാണ് ഈ ക്ഷേത്രത്തിൽ ഭഗവതിയെ പ്രധാനമായും ആരാധിക്കുന്നത്. 3 രീതിയിലുള്ള അലങ്കാരവും 3 രീതിയിലുള്ള പ്രത്യേക പൂജകളും ഇവിടെ പ്രത്യേകതയാണ്. വെള്ള വസ്ത്രത്തിൽ പൊതിഞ്ഞ വിദ്യാസ്വരൂപിണിയായ മഹാസരസ്വതിയായി കൊല്ലൂർ മൂകാംബിക ദേവി പ്രഭാതത്തിലും, ചുവന്ന വസ്ത്രത്തിൽ പൊതിഞ്ഞ് ശ്രീഭദ്രകാളിയായി ഉച്ചയ്ക്കും, നീല വസ്ത്രത്തിൽ അലങ്കരിച്ച ദുർഗാ പരമേശ്വരിയായി വൈകുന്നേരവും ആരാധിക്കുന്നു. കൂടാതെ സമ്പത്തിൻ്റെ ഭഗവതിയായ മഹാലക്ഷ്മിയായും ക്ഷേത്രത്തിൽ ശിവ സാന്നിധ്യമുള്ളതിനാൽ പാർവതിയായും സങ്കല്പിക്കുന്നുണ്ട്. ഇങ്ങനെ ഭഗവതിയുടെ പ്രധാനപ്പെട്ട 5 ഭാവങ്ങളിൽ ആരാധിക്കപ്പെടുന്നതിനാൽ ചോറ്റാനിക്കരയമ്മയെ രാജരാജേശ്വരി അഥവാ ആദിപരാശക്തി ഭാവത്തിലും സങ്കല്പിക്കുന്നുണ്ട്. മാനസികാരോഗ്യങ്ങളും മാനസിക രോഗങ്ങളും സ്വഭാവ ദൂഷ്യങ്ങളും തീരാത്ത ദുഃഖങ്ങളും ചോറ്റാനിക്കരയമ്മ പരിഹരിക്കുന്നു എന്നാണ് വിശ്വാസം. തന്മൂലം ദുരിതം അനുഭവിക്കുന്ന നിരവധി ഭക്തർ ഇവിടെ ഭജനം പാർക്കാൻ എത്താറുണ്ട്. പുരാതന ക്ഷേത്രത്തിലെ 108 ദുർഗാക്ഷേത്രങ്ങളിൽ ഒന്നാണ് ചോറ്റാനിക്കര അമ്മ. ശബരിമലയും ഗുരുവായൂരും ആറ്റുകാലും കൊടുങ്ങല്ലൂരും ഒക്കെ കഴിഞ്ഞ ഏറ്റവും അധികം ഭക്തർ ദർശനത്തിനെത്തുന്ന കേരളീയ ക്ഷേത്രവും ചോറ്റാനിക്കരയാണ്. ചോറ്റാനിക്കരയിൽ മേൽക്കാവ്, കീഴ്ക്കാവ് എന്ന് 2 കാവുകൾ. മേൽക്കാവാണ് പ്രധാന ക്ഷേത്രം. കീഴ്ക്കാവ് പ്രധാന ക്ഷേത്രത്തിൻ്റെ താഴെയായിട്ട് സ്ഥിതി ചെയ്യുന്നു. ആദിപരാശക്തിയുടെ മറ്റൊരു ഭാവമായ ഭദ്രകാളിയാണ് കീഴ്ക്കാവിലമ്മ. ഇവിടെയാണ് ഗുരുതി പൂജ എന്ന പ്രസിദ്ധമായ വഴിപാട് നടത്താറുള്ളത്. കീഴ്ക്കാവിലേക്ക് പോകാനായി മേൽക്കാവിൽ നിന്നും അനേകം പടികളുള്ള വഴികളുണ്ട്. ബ്രഹ്മാവ്, ശിവൻ, ഗണപതി, ധർമ്മശാസ്താവ്, സുബ്രഹ്മണ്യൻ, ഹനുമാൻ, ജ്യേഷ്ഠാഭഗവതി, നാഗദൈവങ്ങൾ, ബ്രഹ്മരക്ഷസ് എന്നിവയാണ് ക്ഷേത്രത്തിലെ ഉപദേവതകൾ. ഇവരിൽ ശാസ്താവിന് പ്രത്യേക ക്ഷേത്രമുണ്ട്. ഭഗവതിയുടെ അംഗരക്ഷകൻ്റെ ഭാവമാണ് ശാസ്താവിന് ഇവിടെ. അതിനാൽ ശബരിമല തീർത്ഥാടകർ ഇവിടം ധാരാളമായി സന്ദർശിച്ചു വരുന്നു. കുംഭമാസത്തിലെ രോഹിണി നാളിൽ കൊടിയേറി ഉത്രം നാളിൽ ആറാട്ടോട് കൂടിയിട്ട് സമാപിക്കുന്ന 9 ദിവസത്തെ ഉത്സവവും മകം, പൂരം തൊഴലുകളുമാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ട് വിശേഷങ്ങൾ. കന്നിമാസത്തിലെ നവരാത്രി, വിദ്യാരംഭം, വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക എന്നിവ ഇവിടെ വിശേഷ ദിവസങ്ങളാണ്. ഐതിഹ്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ, അതായത് വിദ്യാസമ്പന്നരുടെ നാടായ കേരളത്തിൽ ഭഗവതിക്കൊരു മഹാസരസ്വതിക്കൊരു ക്ഷേത്രം പോലും ഇല്ലാത്തതിനാൽ അത്യധികം ദുഃഖിച്ച അദ്വൈത സിദ്ധാന്തത്തിൻ്റെ ആദിശങ്കരാചാര്യ ദേവീ പ്രീതിക്കായിട്ട് മൈസൂർ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിൽ പോയി തപസ്സിരുന്നു. ഏറെക്കാലത്തെ കഠിന തപസ്സിനൊടുവിൽ അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷയായ മഹാസരസ്വതിയോട് അദ്ദേഹം തൻ്റെ ആഗ്രഹം ഉണർത്തിച്ചു. തൻ്റെ വാസസ്ഥലമായ ചാമുണ്ടേശ്വരി ക്ഷേത്രം വിട്ടുപോകാൻ ഭഗവതി ആദ്യം വിസമ്മതിച്ചു. ഭക്തനായ ശങ്കരാചാര്യരുടെ ആഗ്രഹത്തിനൊടുവിൽ ഭഗവതി പ്രസാദിച്ചു. പക്ഷെ ഒരിക്കലും തിരിഞ്ഞു നോക്കരുതെന്നും അപ്പോൾ താൻ അപ്രത്യക്ഷമാകുമെന്നുള്ള ഒരു നിബന്ധനയും ഭഗവതി അദ്ദേഹത്തിന് മുന്നിൽ വെച്ചു. ഈ നിബന്ധന അനുസരിച്ച് ഭഗവതി ശങ്കരാചാര്യരെ അനുഗമിച്ചു. യാത്രാവേളയിൽ കൊല്ലൂർ എന്ന ഒരു സ്ഥലത്തെത്തിയപ്പോൾ ദേവിയുടെ കാലൊച്ച കേൾക്കാതായി. നിബന്ധന മറന്ന് ശങ്കരാചാര്യർ തിരിഞ്ഞു നോക്കിയപ്പോൾ ഭഗവതി അവിടെ കൂടിയിരിക്കുന്നതായി കണ്ടു. ആ സ്ഥലമായിരുന്നു പ്രസിദ്ധമായ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം. പിന്നീട് അപ്പോൾ ഭയങ്കര വിഷമമായി. കാരണം കേരളത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോയതാണല്ലോ. വീണ്ടും പ്രാർത്ഥന തുടങ്ങി. പിന്നെ ദേവി പ്രത്യക്ഷപ്പെട്ടു. ഇനി വരാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കൊല്ലൂർ മൂകാംബിയിൽ തന്നെ കുടികൊള്ളുകയാണെന്ന് അറിയിച്ചു. എന്നാൽ നിർബന്ധമാണെങ്കിൽ ശങ്കരൻ്റെ നാട്ടിലെ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ രാവിലെ നടന്നുറക്കുമ്പോൾ തൻ്റെ സാന്നിധ്യമുണ്ടാകുമെന്നും അവിടെ നിർമാല്യവും ഉഷപൂജയും കഴിഞ്ഞ
കൊല്ലൂരിലെത്തുകയുള്ളൂവെന്നും ഭഗവതി അനുഗ്രഹിച്ചു. അപ്പോൾ ചോറ്റാനിക്കരയിലെത്തി തന്നെ ദർശിക്കുന്ന ഭക്തർക്ക് അഭീഷ്ടസിദ്ധി ഉണ്ടാകുമെന്നും ഭഗവതി അനുഗ്രഹിച്ചു. ഈ ഐതിഹ്യത്തിൻ്റെ കാരണം കൊണ്ടാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ രാവിലെ 5 മണിക്കാണ് നട തുറക്കുന്നത്. ചോറ്റാനിക്കരയിൽ 4 മണിക്ക് നട തുറന്ന് നിർമ്മാല്യവും ഉഷപൂജയും കഴിഞ്ഞാണ് ഇവിടെ തുറക്കുക, അതായത് കൊല്ലൂർ. അങ്ങനെ ശങ്കരാചാര്യർ മൂകാംബികയുടെ ജ്യോതി ആനയിച്ചു കൊണ്ടുവന്ന സ്ഥലം ആണ് ജ്യോതിനായിക്കരയാണ് ചോറ്റാനിക്കരയായിട്ട് പരിണമിച്ചത്. ഇന്ന് ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലം കൊടും കാടായിരുന്നു. അപ്പോൾ അവിടെ ആദിവാസികളായ മലയരന്മാർ സ്ഥിരതാമസം ഉണ്ടായിരുന്നു. മൃഗങ്ങളെ വേട്ടയാടിയും കായ്കനികൾ പറിച്ച് ഒക്കെ ഭക്ഷിച്ചും ആണ് ജീവിതവൃത്തി കഴിച്ചിരുന്നത്. അപ്പോൾ അവർ പരാശക്തിയെ തങ്ങളുടേതായ ഒരു നിലയിൽ ആരാധിച്ചിരുന്നു. അവരുടെ നേതാവായി കണ്ണപ്പൻ എന്നൊരാളായിരുന്നു. അതിദുഷ്ടനും ക്രൂരനുമായ കണ്ണപ്പൻ്റെ വിനോദം അടുത്തുള്ള ഗ്രാമങ്ങളിൽ പോയി പശുക്കളെ മോഷ്ടിച്ചു കൊണ്ടുവരുന്നതായിരുന്നു. മാത്രമല്ല അവയിൽ ഏറ്റവും ലക്ഷണമൊത്ത ഒന്നിനെ അയാൾ കാളിക്ക് ബലി കൊടുക്കുകയും അതിൻ്റെ മാംസം അനുചരന്മാർക്ക് വീതിച്ചു കൊടുക്കുകയും ചെയ്യും. ആ സമയമായപ്പോഴും കാലമായപ്പോഴേക്കും കണ്ണപ്പൻ്റെ ഭാര്യ മരിച്ചു കഴിഞ്ഞു. അപ്പോഴാണ് അയാൾക്ക് സ്വന്തം എന്ന് പറയാൻ ഒരു മകളെ ഉണ്ടായിരുന്നുള്ളൂ. അവളെ അയാൾ മനസ്സ് തുറന്ന് സ്നേഹിക്കുകയും ചെയ്തു. തൻ്റെ അച്ഛൻ നടത്തുന്ന മൃഗബലിയെ മനസ്സുകൊണ്ട് എതിർത്തിരുന്നുവെങ്കിലും ഉഗ്രപ്രതാപിയായ അച്ഛനോട് അതിനെപ്പറ്റി സംസാരിക്കാൻ അവൾക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം ഇവരുടെ കുടിലിലേക്ക് ഒരു പശു കടന്നു വന്നു. അതീവ തേജോമയമായിരുന്ന അതിൻ്റെ മുഖം ഈ പശുവിനെ കാണാനിടയായ കണ്ണപ്പൻ്റെ മകൾ അതിനെ സ്വന്തമാക്കി വളർത്താൻ തുടങ്ങി. തൻ്റെ പതിവ് തെറ്റിച്ച് കണ്ണപ്പനും അതിനോട് സ്നേഹം കാണിച്ചു തുടങ്ങി. ഈ സംഭവം കണ്ണപ്പൻ്റെ അനുചരന്മാരെ ഞെട്ടിച്ചു കളഞ്ഞു. എന്നാൽ അവർക്കും ഒന്നും പറയാനാകുമെന്ന്. അങ്ങനെ ഒരുപാട് കാലം നടന്നുപോയി. കണ്ണപ്പന് നാട്ടിൽ പശുക്കളെ കിട്ടാതായി തുടങ്ങി. ഗത്യന്തരമില്ലാതെ അയാൾ തൻ്റെ മകൾ വളർത്തുന്ന പശുവിനെ തന്നെ ബലി കൊടുക്കാൻ തീരുമാനിച്ചു. എന്നാൽ ഈ സംഭവം അറിഞ്ഞ മകൾ ഓടി വന്ന പശുവിനെ ബലി കൊടുക്കരുതെന്നും പകരം തന്നെ ബലി കൊടുത്താൽ മതിയെന്നും പറയുകയുണ്ടായി. ആർത്തലച്ചു വന്ന മകളുടെ വാക്കുകൾ കണ്ണപ്പനെ മാറ്റി ചിന്തിപ്പിക്കുകയും അയാൾ അതോടെ മൃഗബലി നിർത്താൻ തീരുമാനിക്കുകയും ചെയ്തു. തുടർന്നുള്ള കാലം അയാൾ കായികനികൾ തേടലും പശുവിനെ വളർത്തലുമായി സമയം ചെലവഴിച്ചു. പക്ഷേ പൂർവ്വകർമ്മത്തിൻ്റെ ഫലമെന്നോളം ഒരു ദിവസം അയാളുടെ മകൾ അകാല ചരമം പ്രാപിച്ചു. ഈ സംഭവം അയാളെ ഏറെ വേദനിപ്പിച്ചെങ്കിലും മകളുടെ പശുവിനെ വളർത്തി അയാൾ ശിഷ്ടകാലം ചെലവഴിച്ചു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാത്രി കണ്ണപ്പൻ അതിവിചിത്രമായ ഒരു സ്വപ്നം കാണാനിടയായി. തൻ്റെ തൊഴുത്തിൽ പശു ഒരു കല്ലായി കിടക്കുന്നു. അടുത്തു തന്നെ മറ്റൊരു കല്ലുമുണ്ട്. അവയ്ക്കടുത്തായി ഒരു ദിവ്യ സന്യാസി നാമജപങ്ങളോടെ നിൽക്കുന്നു. ഇത്രയുമായിരുന്നു സ്വപ്നം. പിറ്റേ ദിവസം രാവിലെ വന്നു നോക്കിയപ്പോൾ സ്വപ്നം യാഥാർത്ഥ്യമായതായി കണ്ടു. കാര്യം എന്തെന്ന് മനസ്സിലാകാതെ കണ്ണപ്പൻ നിലവിളിച്ചു. അപ്പോൾ അവിടെ വന്ന് ദിവ്യ സന്യാസി കണ്ണപ്പനോട് ഇപ്രകാരം പറഞ്ഞു: കണ്ണപ്പ, നീയൊരു പുണ്യപുരുഷനാണ്. സാക്ഷാൽ മഹാലക്ഷ്മിയാണ് ഇത്രയും കാലം നിന്നോടൊപ്പം പശുവായി ജീവിച്ചു പോകുന്നത്. അടുത്ത മറ്റൊരു ശില നോക്കുക, അത് സാക്ഷാൽ മഹാവിഷ്ണുവാണ്. നിത്യവും നീ ഇവിടെ ആരാധന നടത്തുക. കാലാന്തരത്തിൽ ഇവിടെ ഒരു മഹാക്ഷേത്രം ഉയർന്നു വരും. അന്ന് നിൻ്റെ ഈ ജന്മത്തിലെ പുണ്യം കാരണം വീണ്ടും ഇവിടെ വരാനിടയാവും. ഇത്ര പറഞ്ഞ ശേഷം ആ ദിവ്യ സന്യാസി അപ്രത്യക്ഷമാകുകയും ചെയ്തു. അദ്ദേഹം വേദവ്യാസ മഹർഷിയുടെ പിതാവും ഹോരാശാസ്ത്രത്തിൻ്റെ പിതാവുമായ പരാശര മഹർഷിയാണെന്ന് വിശ്വസിച്ചു വരുന്നു. അങ്ങനെ കണ്ണപ്പൻ അതിനുശേഷം തൊഴുത്തൊക്കെ വൃത്തിയാക്കി ആരാധന തുടങ്ങി. തുടർന്നുള്ള കാലം മുഴുവൻ ഭക്തി പുരസ്കരം അവിടെ പൂജകളൊക്കെ നടത്തിയിട്ട് കുറച്ചു കാലം കൂടി ജീവിച്ചു. പക്ഷേ പിന്നീട് അവർ മരിച്ചുപോയി. പിന്നീട് അങ്ങനെ ആരും ശ്രദ്ധയില്ലാതെ ആ ലക്ഷ്മി നാരായണ ചൈതന്യം അങ്ങനെ കിടന്നു. അങ്ങനെ കുറേ കാലം കഴിഞ്ഞതിന് ശേഷങ്ങളാണ് പിന്നീടാണ് പുലയ സ്ത്രീകൾ അവിടെ വരുന്നതും പുല്ല് ചെത്താൻ വേണ്ടി ആ കല്ലിൽ രാവിയപ്പോൾ ചോര വരികയും അങ്ങനെ അവിടുത്തെ പ്രധാനിയായിരുന്ന താന്ത്രികാചാര്യനായിരുന്ന എടാട്ട് നമ്പൂതിരിയെ വിവരം അറിയിച്ചു. അങ്ങനെ അവർ ജ്യോത്സ്യൻ കൂടിയായിരുന്ന ആൾ. അങ്ങനെ ആൾ വന്ന് നോക്കിയപ്പോഴാണ് വർഷങ്ങൾക്ക് മുമ്പ് കണ്ണപ്പൻ പൂജിച്ചിരുന്ന അതേ ലക്ഷ്മിനാരായണ വിഗ്രഹമാണെന്നും അപ്പോൾ ഇനി എന്തായാലും ചിരട്ടയിൽ നിവേദ്യം അർപ്പിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. അങ്ങനെ നിവേദ്യം അർപ്പിച്ചു. ഇതുമൂലം ഇന്നും രാവിലത്തെ നിവേദ്യം ചിരട്ടയിലാണ് നൽകുന്നത്. ഇന്നിപ്പോൾ ചോറ്റാനിക്കരയമ്മയുടെ ശ്രീകോവിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലമായിരുന്നു കണ്ണപ്പൻ്റെ കുടിൽ നിന്നിരുന്ന സ്ഥലം. കണ്ണപ്പൻ്റെ തൊഴുത്ത് നിന്നിരുന്ന സ്ഥലമാണ് നാലമ്പലത്തിന് പുറത്ത് തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പവിഴമല്ലിത്തറ. ആദ്യമായി ദേവി കുടികൊണ്ട ഭാഗമായതിനാലാണ് ഇവിടം ഇന്ന് ശ്രീമൂലസ്ഥാനം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇവിടെ കുടികൊണ്ട വിഗ്രഹങ്ങൾ
കാലാന്തരത്തിൽ വടക്കോട്ട് മാറുകയായിരുന്നു എന്നാണ് കഥ. കണ്ണപ്പൻ്റെ ഗുരുതിത്തറയായിരുന്നു ഇന്നത്തെ കീഴ്ക്കാവ് ക്ഷേത്രം. ഇവിടെ ഗുരുതി പൂജ നടത്തുന്നതും ഈ ഒരു സങ്കല്പത്തിലാണ്. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ ഭഗവതി യക്ഷിയമ്മയ്ക്ക് മോക്ഷം കൊടുക്കുന്നതും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒരുപാട് പ്രാധാന്യം അർഹിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ എല്ലാവർക്കും ആ ചോറ്റാനിക്കര അമ്മയുടെ അതേപോലെ മഹാലക്ഷ്മി ദേവിയുടെയും നാരായണൻ്റെയും ഒക്കെ അനുഗ്രഹം ലഭിക്കട്ടെ. എല്ലാവർക്കും ചോറ്റാനിക്കര അമ്മേനെ കാണാനൊക്കെയുള്ള അനുഗ്രഹം കിട്ടാനൊക്കെയുള്ള പ്രാർത്ഥന കൂടി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.